പതിവ് പോലെ എന്നും രാവിലെ വെള്ളം കുടിച്ചിട്ടോ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേന്ന് രാത്രി നമ്മുടെ വെള്ളപ്പത്തിനൊക്കെ മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പ് ചേർത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്താ കറിയുന്നില്ല, ചെറുപയറാണ് കേട്ടോ. ചെറുപയർ ഒരു കഷ്ണം പൂളയുണ്ടായിരുന്നു, അപ്പോൾ അതും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. വെള്ളപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അമ്മക്കൂടി ഈ സോഫ്റ്റ് വെള്ളപ്പം കടലക്കറിയാണ് മുപ്പത്തേക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, കടലില്ലാതെ നമുക്ക് ചെറുപയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെയും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യം ഇത് കേട്ടോ. അങ്ങനെ തേങ്ങ അരച്ച് അതിലേക്ക് കടുകൊക്കെ ചേർത്ത് വറവിട്ട് അങ്ങനെ ചെറുപയർ കറി സെറ്റായിട്ടോ. ആദ്യക്കൂട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് കിണറ്റിലുള്ള മീനിനെ കാണിക്കാനാട്ടോ. കാരണം ബ്രാല് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അച്ഛന് പതിവ് കാഴ്ചയാണ് ഇവന് ഇത് കാണിച്ചു കൊടുക്കുന്നതല്ല. അപ്പോൾ അതും ശീലമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹിൽസുള്ളതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവനെ കാണിച്ചു പോരാട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെ ക്ലീനിങ്ങിലാണ്. അപ്പോൾ അടിച്ചു തരാൻ വേണ്ടി അമ്മുക്കുട്ടി എന്നെ സോഫയൊക്കെ പിടിച്ചു തരാൻ വേണ്ടി സഹായിക്കാം കേട്ടോ. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മുക്കുട്ടിയെ കരാട്ടെ ക്ലാസ്സിലാക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓട്ടോ കയറി തിരിച്ച് വീട്ടിലെത്തി. എന്നെയും കാത്ത അമ്മയും അതുപോലെ തന്നെ ആദ്യം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടത് അവൻ നേരെ ഒക്കത്തേക്ക് കയറിട്ടോ. അമ്മ മീൻ മുറിക്കാൻ നിന്നപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പൂച്ചുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആദ്യം കൊണ്ട് അവന് മീൻ കൊടുക്കുന്ന തിരക്കിലാണ്. ഞാൻ ആ സമയം കൊണ്ട് അടുക്കളയിലെ മറ്റു പരിപാടികളിലായി പോയി കേട്ടോ. ഇവനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് വേണം എനിക്ക് അമ്മുക്കുട്ടീനെ കരാട്ടയിൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകാൻ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ആദ്യക്കൂട്ടിനെ ഉറങ്ങിയ ശേഷം ഞാൻ നേരെ അമ്മുക്കുട്ടിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടോ. കുറച്ച് നേരം നിന്നെങ്കിലും പിന്നീട് അമ്മുക്കുട്ടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് ആദ്യക്കൂട്ടിനെ കൂടെ കളിക്കുക കേട്ടോ. കാരണം ഫോണും ടി വിയൊക്കെ ഒന്നും ഒഴിവാക്കി ഈ കളിസാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇരിക്കേ വേണ്ടു, അവർ കളി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ, സീ യു.